ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെന്നാൽ കുല്ലലൈലത്തിന് എല്ലാ ജാവും മുത്തുനബി ഉറങ്ങാൻ വേണ്ടി അവിടുത്തെ വിരിപ്പിലേക്ക് ചെന്നാൽ ജമഅ കഫൈഹി രണ്ട് കൈയും ഒരുമിച്ച് കൂട്ടും. രണ്ട് കൈയും ഒരുമിച്ച് കൂട്ടും. അത് രണ്ട് മുങ്കൈ ഒരുമിച്ച് കൂട്ടും. ഫനഫസ ഫീഹിമാ വഖറഅ ഫീഹിമാ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ആ രണ്ട് കൈയിലേക്ക് ഊതും. ഏതിലേക്ക് ഊതുന്നത്? അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിട്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതിട്ട് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിട്ട് എന്താക്കും? മുത്തുനബി രണ്ട് ഊതും. ഊതിട്ട് സുമ്മ മസഹ ബിഹിമ ആ രണ്ട് മുങ്കൈ കൊണ്ടതാക്കും തടകും. മസ്തതാഅ മിൻ ജസദി ഏതെല്ലാം ഭാഗത്തേക്ക് ആ കൈ എത്തുന്നു അവിടേക്കെല്ലാം കൊണ്ടുപോയിട്ട് എന്താക്കും തടകും. യബ്ദഉ ബിഹിമാ റഅസഹു ഫസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന തലയാണ്. ഫസ്റ്റ് തുടങ്ങേണ്ട തലയാണ്. പിന്നെ വജ്അഹു അവൻ്റെ മുഖമാണ്. മനസ്സിലായില്ലേ? ഫസ്റ്റ് ഇങ്ങനെ തല എന്താക്കും, പിന്നെ അവൻ്റെ മുഖമാണ്. പിന്നെ വമാ അഖ്ബല മിൻ ജസദിഹി അവൻ്റെ ശരീരത്തിൻ്റെ എതിർഭാഗം. പിന്നെ എന്താക്കും? യസ്നു ദാലിക സലാസ മർറാത്തി 3 വട്ടം മുത്തുനബി അങ്ങനെ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് തലയും മുഖവും ഇങ്ങനെ എല്ലാം ആക്കിയിട്ട് എന്താക്കും? ഇതെല്ലാം തടകും. അപ്പോൾ തടി തടകുമ്പോൾ നമുക്ക് തുണിൻ്റെ ഉള്ള കൈയിടണ വേണ്ട, പോകും. അതിൻ്റെ ആവശ്യമില്ല. ഉള്ള ഡ്രസ്സിന് മേലെന്താക്കിയാൽ മതി, ഇങ്ങനെ തടകെങ്കിൽ മതിയാകും. ആ ഒരു സംശയം വേണ്ട. ചിലപ്പോൾ ഉള്ള കൈയിട്ടാൽ മതി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താക്കും? നിങ്ങൾക്ക് എത്ര സാധ്യമുണ്ടോ അത്ര തടകണം. അത് ഫസ്റ്റ് തലയാണ്, പിന്നെ മുങ്കയാണ്, പിന്നെ എതിർഭാഗമാണ്, പിന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് ഉണ്ടാക്കി തുടങ്ങും. അങ്ങനെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്. حدثنا محمد بن بشار قال حدثنا عبد الرحمن بن مهدي قال حدثنا سفيان عن سلمة بن كهيل عن قريب عن ابن عباس أن رسول الله صلى الله عليه وسلم نام حتى نفخ وكان إذا نام نفخ فأتاه بلال فآذنه بالصلاة فقام وصلى ولم يتوضأ. في الحديث قصة. ابن عباس رضي الله عنه പറയുന്നത് أن رسول الله صلى الله عليه وسلم نام حتى نفخ. മുത്തുനബി ഉറങ്ങും. ഹത്താ നഫഖ മുത്തുനബി കൂർക്കം വലിക്കും ചെയ്ത് ഞങ്ങളുടെ നാട്ടൻ കൂർക്കല്ല, മനസ്സിനെ ബുദ്ധിമുട്ടാക്കുന്നത്. അതാ മുത്തുനബിൻ്റെ കൂർക്കം ചെയ്തെങ്കിൽ ഖറജ റീഹു മിൻ ഫമിഹി മുത്തുനബിൻ്റെ ശറഫാക്കപ്പെട്ട വായു നിട്ടി ചെറിയ ഒരു കാറ്റ് പുറത്ത് വരും എന്നല്ലാതെ ഞങ്ങളാ മൂക്കും ഇതും കൊണ്ടല്ല. മനസ്സമാർ ഉറങ്ങുമ്പോൾ ഓരോരുത്തർ കൂർക്കൊക്കെ സുബ്ഹാനല്ലാഹ് ഹജ്ജിൻ്റെ സമയത്ത് ഉംറയുടെ സമയത്തൊക്കെ ഉറങ്ങുമ്പോൾ കാണും ആ കൂർക്ക ഉറങ്ങനെയാണല്ല. നമ്മളെ കൂർക്കകത്തത് കുറച്ച് വാദ്യം പോലെയും വാർന്നതേക്കുന്നത് ഒരാളെ മുത്തുനബിൻ്റെ കൂർക്കം ഉദ്ദേശിച്ച് ചെറിയ ഒരു കാറ്റ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ശറഫാക്കപ്പെട്ട വായു നിട്ട് പുറത്തു വന്നിരുന്നു. വകാന ഇദാ നാമ നഫഖ മുത്തുനബി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കാറ്റ് വായു പുറത്തു വരും. അങ്ങനെ ഫഅതാഹു ബിലാൽ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ഫആദനഹു എന്താക്കും? മുത്തുനബി അറിയിച്ചു കൊടുക്കും. ബിലാൽ റളിയല്ലാഹു അൻഹു മുത്തുനബിക്ക് അറിയിച്ചു കൊടുക്കും. ബിസ്വലാ നിസ്കാരത്തിന് സമയമായി, തഹജ്ജുദിന് സമയമായി, അല്ലെങ്കിൽ വേറെ സുബഹി നിസ്കാര സമയമായി എന്ന് പറയും. അപ്പോൾ ഫഖാമ മുത്തുനബി എഴുന്നേൽക്കും. വസ്വല്ലാ മുത്തുനബി നിസ്കരിക്കും. വലം യതവല്ല മുത്തുനബി വുളു എടുക്കൂല. സംശയം വന്നില്ല. മുത്തുനബി ഉറങ്ങിയാൽ ചെറിയ ഒരു കാറ്റ് പുറത്തു വരും. നിസ്കാരത്തിന് സമയമായാൽ ബിലാൽ റളിയല്ലാഹു നിസ്കാരത്തിന് എന്താക്കും? സമയം ആയി എന്നറിയിക്കും. ഫഖാമ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം എഴുന്നേൽക്കും. വസ്വല്ല മുത്തുനബി നിസ്കരിക്കും. വലം യതവല്ല ഏതിനൊക്കെ മുത്തുനബി വുളു എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുസൂസിയത്താണ്. മുത്തുനബിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്തേ? ലിഅന്ന ഖൽബഹു ലാ യനാമു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബ് ഉറങ്ങൂല. കണ്ണ് മാത്രം ഉറങ്ങെങ്കിലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം എന്താവൂല? ഉറങ്ങൂല. അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
അള്ളാഹു താല കൊടുത്ത ഒരു അനുഗ്രഹമാണ്. അത് മുത്തുനബിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ കുറേ ഉണ്ട് മുത്തുനബിക്ക്. പ്രത്യേകമായ നിസ്കാരങ്ങൾ, പ്രത്യേകമായ നോമ്പുകൾ, അത് മുത്തുനബിൻ്റെ ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ്. ഇവിടെ എടുത്തിട്ടാൽ ഞങ്ങളെപ്പോലെ ബോധമില്ലാത്തവർക്കല്ല, മുത്തുനബിൻ്റെ ഹൃദയം ഉറങ്ങും, അത് എപ്പോഴും ഹയാത്തിലാണ്. അതാണ് ഇവിടെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്. വേറൊന്നും സംശയം അതിൽ ചിന്തിക്കേണ്ടതില്ല. മുത്തുനബിയുടെ കണ്ണ് ഉറങ്ങിയാലും മുത്തുനബിയുടെ ഹൃദയം ഉറങ്ങുന്ന പുറത്തുള്ള എല്ലാ വിഷയങ്ങളും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംവിധാനം അല്ലാഹു നൽകിയിട്ടുണ്ട്. രണ്ട് ഹദീസ്. ഹദ്ദസനാ ഇസ്ഹാഖ് ഇബ്നു മൻസൂർ